നമ്മൾ ജീവിക്കുന്നത് അന്ത്യകാലത്താണ്. തെരുവിലോ സുവിശേഷ പ്രസംഗങ്ങളിലോ ഒക്കെ നമ്മൾ പതിവായി കേൾക്കുന്ന ഒരു വാചകമാണിത്. ഉപദേശിമാരും സുവിശേഷ പ്രസംഗകരും വിളിച്ചു പറയുന്ന ഇതേ കാര്യം ലോകത്തെ പ്രഗത്ഭരായ ശാസ്ത്രജ്ഞരും പ്രമുഖരായ വ്യക്തികളും മടി കൂടാതെ അംഗീകരിക്കുകയും ശാസ്ത്രീയമായ തെളിവുകളോടെയും യുക്തിപരമായും ഇതുതന്നെ വിളിച്ചു പറയുകയും ചെയ്യുന്ന ഒരു കാലത്താണ് ഇന്ന് നാം ജീവിക്കുന്നത്. സിലിക്കൺ വാലിയിലെ അധികായനും പേപ്പാൽ, പാലന്റീർ തുടങ്ങിയ വമ്പൻ കമ്പനികളുടെ സഹസ്ഥാപകനുമായ ശതകോടീശ്വരൻ പീറ്റർ തീൽ ഈ മാസം വത്തിക്കാന്റെ തൊട്ടടുത്ത് വെച്ച് നടത്തിയ ഒരു പ്രഭാഷണ പരമ്പരയാണ് ഇപ്പോൾ ക്രൈസ്തവ ലോകത്തെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം. വിഷയം മറ്റൊന്നുമല്ല, ആൻറ്റി ക്രൈസ്റ്റ് അഥവാ എതിർ ക്രിസ്തുവാണ്. ആൻറ്റി ക്രൈസ്റ്റ് എന്നതിൻ്റെ ശരിയായ ട്രാൻസ്ലേഷൻ എതിർ ക്രിസ്തു എന്നാണെങ്കിലും പൊതുവെ മലയാളത്തിൽ നാം അന്തിക്രിസ്തു എന്ന് ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് ആൻറ്റി ക്രൈസ്റ്റ് എന്നുള്ളതിന് എതിർ ക്രിസ്തു, അന്തിക്രിസ്തു എന്നൊക്കെ മാറ്റി പറഞ്ഞാലും എല്ലാം ഒരർത്ഥത്തിലാണെന്ന് മനസ്സിലാക്കുക. ലോക പ്രശസ്തനായ ഒരു ബിസിനസ് മാഗ്നറ്റ് എന്തിനാണ് അന്തിക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നത്? എന്തുകൊണ്ടാണ് അയാൾ ഇത് പറയാൻ കത്തോലിക്ക സഭയുടെ ആസ്ഥാനമായ വത്തിക്കാൻ തന്നെ തിരഞ്ഞെടുത്തത്? എന്തുകൊണ്ടാണ് കത്തോലിക്ക സഭ ഈ പ്രഭാഷണങ്ങളിൽ നിന്ന് അകലം പാലിച്ചു നിന്നത്? ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് സന്ദേശമാണ് ലഭിക്കുന്നത്? നമുക്കൊന്ന് പരിശോധിക്കാം. ഹല്ലേലൂയ ന്യൂസ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊന്നിച്ച് ലോകമെങ്ങും നടക്കുന്ന ക്രിസ്തീയ വാർത്തകൾ അറിയുകയും നിരീക്ഷിക്കുകയും ഒക്കെ ചെയ്യാം. ആരാണ് ഈ പീറ്റർ തീൽ? ഇദ്ദേഹം വെറും ഒരു ശതകോടീശ്വരൻ മാത്രമല്ല, ലോകത്തെ മാറ്റിമറിച്ച സാങ്കേതിക വിദ്യകളുടെ പിന്നിലെ തലച്ചോറാണ് അദ്ദേഹം. 1998 പേപ്പാൽ സ്ഥാപിച്ചതിലൂടെ സാമ്പത്തിക ഇടപാടുകളുടെ ഡിജിറ്റൽ യുഗത്തിന് അദ്ദേഹം തുടക്കം കുറിച്ചു. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഗൂഗിൾ പേ ഒക്കെ ചെയ്യുന്നത് അതിൻ്റെ എല്ലാം തുടക്കം ഈ പേപ്പാലിൽ നിന്നാണ്. തുടർന്ന് ഫേസ്ബുക്കിൻ്റെ ആദ്യകാല നിക്ഷേപകരിൽ ഒരാളായി ഇദ്ദേഹം മാറി. പാലന്റീർ ടെക്നോളജീസ് എന്ന ഡാറ്റ അനലിറ്റിക്സ് കമ്പനിയിലൂടെ ആധുനിക നിരീക്ഷണ പ്രതിരോധ സംവിധാനങ്ങളിൽ വിപ്ലവം സൃഷ്ടിച്ച വ്യക്തിയാണ് ഇദ്ദേഹം. അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ വിശ്വസ്തനായ ഉപദേശകനും ഇപ്പോഴത്തെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ രാഷ്ട്രീയ ഗുരുവും കൂടിയാണ് ഈ തീൽ എന്ന് മനസ്സിലാക്കുക. താനൊരു ക്രിസ്ത്യാനിയാണെന്ന് അവകാശപ്പെടുന്ന തീൽ 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള ചിന്തകരിൽ ഒരാളായിരുന്ന റെനെ ഗിരാർഡ് എന്ന ഫ്രഞ്ച് ചിന്തകന്റെ സ്വാധീനത്തിലാണ് അന്തിക്രിസ്തുവിനെ കുറിച്ചുള്ള തൻ്റെ നിഗമനങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ലോകത്തിലെ അതീവ രഹസ്യ സ്വഭാവമുള്ള ഒരു പ്രഭാഷണമാണ് വത്തിക്കാന്റെ കവാടത്തിനകത്ത് നടന്നത് എന്നുള്ളതാണ് ഈ വിവാദങ്ങൾക്ക് ഇത് കാരണമായി മാറുന്നത്. 2026 മാർച്ച് 8 മുതൽ 11 വരെ, അതായത് കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ബുധനാഴ്ച വരെയായിരുന്നു റോമിൽ ഈ സംഭാഷണങ്ങൾ നടന്നത്. അതീവ രഹസ്യ സ്വഭാവമുള്ളതും ക്ഷണിക്കപ്പെട്ടവർക്ക് മാത്രം പ്രവേശനം ഉണ്ടായിരുന്നതുമായ ഒരു സമ്മേളനമായിരുന്നു അത്. അന്തിക്രിസ്തുവിൻ്റെ ദൈവശാസ്ത്രം, ചരിത്രം, സാഹിത്യം, രാഷ്ട്രീയം എന്നതായിരുന്നു ഈ പ്രഭാഷണ പരമ്പരയുടെ വിഷയം. വത്തിക്കാനിൽ മാർപ്പാപ്പയുടെ ആത്മീയ അധികാരങ്ങൾക്ക് ഉള്ളിൽ ഇത്തരം ഒരു ചർച്ച നടന്നത് ലോകമാധ്യമങ്ങളുടെ ശ്രദ്ധയെ തന്നെ ആകർഷിച്ചു. ഈ പ്രഭാഷണങ്ങൾ സംഘടിപ്പിച്ചത് ഇറ്റാലിയൻ സാംസ്കാരിക സംഘടനയായ വിൻസെൻസോ ജിയോബറ്റി കൾച്ചറൽ അസോസിയേഷനും വാഷിംഗ്ടണിലെ കാത്തലിക് യൂണിവേഴ്സിറ്റി ഓഫ് അമേരിക്കയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ക്ലൂണി ഇൻസ്റ്റിറ്റ്യൂട്ടുമാണ്. ആദ്യഘട്ടത്തിൽ റോമിലെ പ്രശസ്തമായ ഏഞ്ചലിക്കം എന്നറിയപ്പെടുന്ന പൊന്തിഫിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് സെന്റ് തോമസ് അക്വിനാസിൽ വെച്ചാണ് ഈ പരിപാടി നടക്കുക എന്നാണ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. നിലവിലെ മാർപ്പാപ്പയായ ലിയോ 14 തൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ കാനോൺ നിയമത്തിൽ ഡോക്ടറേറ്റ് നേടിയത് ഈ സർവകലാശാലയിൽ നിന്നായിരുന്നു എന്നതുകൂടെ ഈ വിവാദത്തിൻ്റെ ഒരു തീവ്രത വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത് വിവാദമാകുകയും പീറ്റർ തീലിൻ്റെ ആശയങ്ങൾ സഭയുടെ, അതായത് കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക നിലപാടുകൾക്ക് എതിരാകുമെന്ന് അറിയുകയും ചെയ്തതോടെ സർവകലാശാലയ്ക്കെതിരെ കടുത്ത സമ്മർദ്ദങ്ങൾ ഉടലെടുത്തു. ഒടുവിൽ ഏഞ്ചലിക്കം ഒരു ഔദ്യോഗിക പ്രസ്താവന ഇറക്കി. ഈ പരിപാടി സർവകലാശാലയല്ല സംഘടിപ്പിച്ചിരിക്കുന്നത്, അത് ഏഞ്ചലിക്കം ക്യാമ്പസിലോട്ട് നടക്കുകയുമില്ല. ഇതിനു പിന്നാലെ കാത്തലിക് യൂണിവേഴ്സിറ്റി ഓഫ് അമേരിക്കയും ഈ പരിപാടിയുമായി തങ്ങൾക്ക് ഔദ്യോഗികമായി യാതൊരു ബന്ധവുമില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തു.
പ്രഭാഷണങ്ങൾ നടത്താൻ ഉദ്ദേശിച്ചിരുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഇവരെ പുറത്താക്കിയത് തീലിൻ്റെ ആശയങ്ങൾ സഭയ്ക്കുള്ളിൽ എത്രത്തോളം പ്രകോപനം സൃഷ്ടിക്കുന്നു എന്നതിൻ്റെ തെളിവായി മാറുകയും ചെയ്തു. എന്തൊക്കെയാണ് പീറ്റർ തീൽ തൻ്റെ പ്രഭാഷണങ്ങളിൽ പറഞ്ഞത് എന്നൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് ബൈബിളിലെ 1 തെസ്സലോനിക്കർ 5:3 ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രഭാഷണം ആരംഭിച്ചത്. അദ്ദേഹം പറയുന്നു, അന്തിക്രിസ്തുവിൻ്റെ മുദ്രാവാക്യം സമാധാനവും സുരക്ഷിതത്വവും വ്യാജമായി ഓഫർ ചെയ്യുന്നു എന്നുള്ളതാണ്. ലോകം ആണവ യുദ്ധത്തെയോ കാലാവസ്ഥാ വ്യതിയാനത്തെയോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെയോ ഒക്കെ ഭയപ്പെടുമ്പോൾ അന്തിക്രിസ്തു ഒരു രക്ഷകനായി വന്ന് ഈ ഭയങ്ങളെ ഉപയോഗിച്ച് ലോകത്തെ മുഴുവൻ തൻ്റെ നിയന്ത്രണത്തിലാക്കും. ഏക ലോക ഭരണകൂടം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു നിയമത്തിന് കീഴിൽ കൊണ്ടുവരുവാൻ ശ്രമിക്കുന്ന ആഗോള സംഘടനകളും റെഗുലേറ്ററി സംവിധാനങ്ങളും അന്തിക്രിസ്തുവിൻ്റെ വരവിന് പാതയൊരുക്കുകയാണെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. ഏകലോക ഭരണക്രമം എന്നത് അന്തിക്രിസ്തുവിൻ്റെ മറ്റൊരു പേരാണെന്നാണ് തീലിൻ്റെ അഭിപ്രായം. മൂന്നാമത്തെ കാര്യം സാങ്കേതിക വിദ്യയുടെ അനന്ത സാധ്യതകളാണ്. മനുഷ്യൻ്റെ ചിന്തകളെയും പ്രവൃത്തികളെയും നിയന്ത്രിക്കാൻ കഴിയുന്ന AI സംവിധാനങ്ങൾ അന്തിക്രിസ്തുവിൻ്റെ അധികാരം നൽകുന്ന ആയുധങ്ങളായി മാറുമെന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നു. AI അൽഗോരിതങ്ങൾ ഇന്ന് നമ്മുടെയൊക്കെ താല്പര്യങ്ങളെ കൃത്യമായി പഠിക്കുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട് എന്ന് നമുക്ക് തന്നെ മനസ്സിലാകും. നമ്മൾ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒന്ന് തിരഞ്ഞു കഴിഞ്ഞാൽ അതേ സാധനങ്ങളുടെ നിരവധി പരസ്യങ്ങൾ നമ്മുടെ ഫീഡിലേക്ക് വരുന്നത് നമ്മൾ സാധാരണ കാണാറുണ്ട്. ആധുനിക ലോകത്ത് അന്തിക്രിസ്തു വരുന്നത് ക്രിസ്തുവിൻ്റെ തന്നെ ആശയങ്ങൾ, ഉദാഹരണത്തിന് ക്രിസ്തുവിനെ പോലെ സഹതാപവും അതേപോലെയുള്ള നീതിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇരകളെ സംരക്ഷിക്കുക എന്ന ക്രിസ്തീയ മൂല്യത്തെ ലോകം ഏറ്റെടുക്കും. എന്നാൽ ദൈവത്തെ ഒഴിവാക്കി ആ മൂല്യങ്ങളെ ഒരു അധികാര രൂപമായി മാറ്റുകയാണ് അന്തിക്രിസ്തുവിൻ്റെ രീതി. അന്തിക്രിസ്തു ക്രിസ്തുവിനേക്കാൾ വലിയ ക്രിസ്ത്യാനിയായി അഭിനയിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ക്രിസ്തു കൊണ്ടുവന്ന വിമോചനത്തെ ലൗകികമായ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുകയും മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്ന ശക്തിയാണിത്. ലോകം മുഴുവൻ സംഘർഷങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ സംഘർഷങ്ങളെ പരിഹരിക്കാൻ എന്ന വ്യാജേന സമാധാനത്തിൻ്റെ ഒരു മുഖം മൂടി അണിഞ്ഞുകൊണ്ട് അന്തിക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്നാണ് പീറ്റർ തീൽ വ്യക്തമാക്കുന്നത്. പഴയ പെന്തക്കോസ്ത് കൺവെൻഷനുകളിലെ അന്ത്യകാല പ്രസംഗങ്ങൾ നമുക്കറിയാമല്ലോ. പതിറ്റാണ്ടുകളായി നമ്മുടെ ദൈവദാസന്മാർ കൺവെൻഷൻ വേദികളിൽ പ്രസംഗിച്ചിരുന്ന അതേ സത്യങ്ങൾ, അന്ത്യക്രിസ്തുവിൻ്റെ ഭരണം, ഏകലോക ഗവൺമെൻറ്, 666 എന്ന അടയാളത്തോടെയുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദഗ്ധൻ തൻ്റെ പഠനങ്ങളിലൂടെ അവയെല്ലാം ശരിവെക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ പീറ്റർ തീലിൻ്റെ പ്രഭാഷണത്തിലൂടെ കാണുന്നത്. നമ്മുടെ പ്രസംഗകർ പറഞ്ഞിരുന്ന യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ ആഗോള ഭരണകൂടം എന്ന ആശയത്തെ പീറ്റർ തീൽ ആൻറ്റി ക്രൈസ്റ്റ് സിസ്റ്റം എന്ന് വിളിക്കുന്നു. സാങ്കേതിക വിദ്യയിലൂടെ ലോകത്തെ മുഴുവൻ ട്രാക്ക് ചെയ്യുമെന്ന് നമ്മുടെ പാസ്റ്റർമാർ പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ അതൊരു ഭാവനയായിട്ടാണ് പലരും കരുതിയിരുന്നത്. എന്നാൽ പാലന്റീർ പോലെയുള്ള കമ്പനികളിലൂടെ അതിന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നുവെന്ന് തീൽ സമ്മതിക്കുന്നു. മനുഷ്യൻ സ്വയം ദൈവമായി പ്രഖ്യാപിക്കുന്ന ആധുനിക ലിബറൽ ചിന്താഗതികൾ അന്തിക്രിസ്തുവിനുള്ള വഴിയൊരുക്കലാണെന്ന് നാം പറയുന്ന അതേ കാര്യം തന്നെയാണ് ഇദ്ദേഹവും നമ്മെ ഓർപ്പിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് കത്തോലിക്ക സഭ ഇതിനെ വല്ലാതെ ഭയപ്പെടുന്നത്? ഏഞ്ചലിക്കം എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ നടത്തുന്നതിൽ നിന്ന് പിന്മാറിയത്? ലിയോ 14 മാർപ്പാപ്പയുടെ ഭരണകാലത്ത് വത്തിക്കാനിൻ്റെ ഔദ്യോഗികമായി ഈ പ്രഭാഷണങ്ങളെ തള്ളിപ്പറയുകയായിരുന്നു. കത്തോലിക്ക സഭയുടെ പഠനമനുസരിച്ച് അന്തിക്രിസ്തു എന്നത് പ്രാഥമികമായി ഒരു മതപരമായ വഞ്ചനയാണ്. അത് സഭയ്ക്കുള്ളിൽ നിന്നുള്ള വിശ്വാസ ത്യാഗമായാണ് അവർ പഠിപ്പിക്കുന്നത്. എന്നാൽ തീൽ ഇതിനെ കൂടുതൽ രാഷ്ട്രീയവും സാങ്കേതികവുമായ ഒരു ഭരണകൂട ഭീഷണിയായി തന്നെയാണ് കാണുന്നത്. രണ്ടാമത്തെ കാര്യം AI-യോടുള്ള പീറ്റർ തീലിൻ്റെ സമീപനമാണ്. ലിയോ 14 മാർപ്പാപ്പ AI-യെ കാണുന്നത് തൊഴിലാളികളുടെയും മനുഷ്യരുടെയും അന്തസ്സിന് ഭീഷണിയായാണ്. സഭ ആഗോള സഹകരണത്തെയും പൊതു നന്മയെയും പിന്തുണയ്ക്കുമ്പോൾ തീൽ ആഗോള സഹകരണത്തെ അന്തിക്രിസ്തുവിൻ്റെ സംവിധാനമായിട്ട് സംശയിക്കുന്നു എന്നുള്ളതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. തീലിൻ്റെ അനുയായിയായ JD വാൻസിൻ്റെ ആശയങ്ങളും ഇവിടെ കത്തോലിക്ക സഭയെ ഈ പ്രഭാഷണങ്ങൾ നടത്തുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചുവെന്നാണ് പറയുന്നത്. അതായത് സ്വന്തം രാജ്യത്തോടുള്ള മുൻഗണനയെ വത്തിക്കാൻ എതിർക്കുന്നു. സഭ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സാഹോദര്യത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു സംവിധാനമായിരിക്കുമ്പോൾ
തീയിൽ ദേശീയതയെയും വിഭജനത്തെയും അന്തിക്രിസ്തുവിനെതിരെയുള്ള പ്രതിരോധമായി കണക്കാക്കുന്നു എന്നാണ് സഭ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്തായാലും അവസാനമായി പറയട്ടെ പ്രിയ സഹോദരങ്ങളെ, ലോകത്തിലെ ബുദ്ധിജീവികളും ശതകോടീശ്വരന്മാരും ഇന്ന് അന്തിക്രിസ്തുവിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. അവർക്കതൊരു തിയറിയോ രാഷ്ട്രീയ വിഷയമോ ആയിരിക്കാം. എന്നാൽ നമുക്കിത് ഒരു അടയാളമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്നതിൻ്റെ വലിയൊരു അടയാളം. വത്തിക്കാൻ്റെ പശ്ചാത്തലത്തിൽ പീറ്റർ തീയിൽ ഉയർത്തുന്ന ഈ ശബ്ദം നമ്മെ ഓർപ്പിക്കുന്നത് ഒന്നേയുള്ളൂ: ഒരുങ്ങിയിരിക്കുക. ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങുമ്പോൾ സാങ്കേതികവിദ്യയും അധികാരവും അന്തിക്രിസ്തുവിന് സിംഹാസനം ഒരുക്കുവാൻ കാത്തിരിക്കുമ്പോൾ നമ്മുടെ പ്രത്യാശ ലോകത്തിലല്ല, വരുവാനിരിക്കുന്ന ക്രിസ്തുവിലാണ്. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.